വളരെ വിശാലമായ ചരിത്രം ഞാൻ ചുരുക്കി പറയാം. നമ്മുടെ വിഷയം പറഞ്ഞു പോണമല്ലോ. എവിടെ പോ നിങ്ങളെ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുക? ഒന്ന് ചിന്തിച്ചു നോക്ക്. സ്വന്തം ഭാര്യയും സ്വന്തം പ്രിയപ്പെട്ടതാകുന്ന പൊന്നുമകളെയും മകനെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉപേക്ഷിച്ചിട്ട് പോവാ. ചോദിച്ചു, എവിടെയായി പോകുന്നത്? ഇത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ? ഹജറ ബീവിയുടെ അവസാനത്തെ ചോദ്യം. നഅം, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. ഭാര്യ പിന്നെ ഒന്നും വേണ്ടിയില്ല, അവിടെ തന്നെ നിന്നു. ഹജറ ബീവി ഇവിടെ നിന്നു. കൊച്ചുകുട്ടി ഇസ്മായിലിന്റെ തോളത്ത് എടുത്തു വെച്ചുകൊണ്ട് നിൽക്കാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞുകൊണ്ട് അല്പം കൊണ്ട് നീങ്ങി ജബൽ അബൂ ഖുബൈസ് മലയുടെ താഴ്വാരത്ത് വെച്ചൊരു പ്രാർത്ഥന. വിശുദ്ധ ഖുർആനിൽ ആ പ്രാർത്ഥന എടുത്തു പറയാ. എന്താ കാരണം? നിങ്ങൾ ചിന്തിക്കണം. ആ പ്രാർത്ഥന എടുത്തു പറയുന്നതിനാ 4000 സംവത്സരങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചരിത്രം, 4000 വർഷങ്ങൾക്ക് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നതായ ഒരു ചരിത്രം. ആ ചരിത്ര പശ്ചാത്തലത്തിലുണ്ടായ ഒരു പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആനിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ആ വിശുദ്ധമാകുന്ന ഗ്രന്ഥം നാളെ ഖിയാമത്ത് നാൾ വരെ ഞാൻ സംരക്ഷിക്കുമെന്ന് പടച്ചറപ്പ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്താണ് ആ പ്രാർത്ഥനയിൽ നമുക്ക് പഠന വിധേയമാണ്? എന്താണ് ആ പ്രാർത്ഥനയിൽ നമുക്കുള്ളത്? ആ പ്രാർത്ഥനയിൽ മറ്റൊന്നുമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും കുടുംബത്തിനും നമസ്കാരമുണ്ടായിരുന്നു എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. അവർക്ക് നമസ്കാരമുണ്ടായിരുന്നു. മുത്തുനബിയുടെ സമുദായത്തിന് മാത്രമല്ല, മുൻകഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാർക്ക് നമസ്കാരമുണ്ട്. അതിലേറ്റവും പ്രമുഖനാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നമസ്കാരമുണ്ട്. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജബൽ അബൂ ഖുബൈസ് മലയുടെ താഴ്വാരത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഒരു പക്ഷി പറവാദികൾ പറക്കമുറ്റാത്തതാകുന്ന പകലാത്തതാകുന്ന ഈ മരുഭൂമിയിലാണ് എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയെയും എന്റെ പ്രിയപ്പെട്ടതാകുന്ന മകനെയും ഞാൻ ഇതാ ഉപേക്ഷിക്കുന്നത്. അല്ലാ, ഒരു കൃഷി എനിക്ക് അനുയോജ്യമല്ലാത്ത ഈ ഭൂമി, ഈ മരുഭൂമിയിലാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യയും മകനെയും നിന്റെ കൽപ്പന പ്രകാരം ഞാനിതാ ഉപേക്ഷിക്കുന്നു. അല്ലാ, എനിക്ക് നിന്നോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഫജഅൽ അഫ്ഇദതൻ മിനന്നാസ് തഹ്വീ ഇലൈഹിം വറുസുഖുഹും മിനസ്സമറാത്ത്. എന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹജറയിലേക്കും മകനാകുന്ന ഇസ്മായിലിലേക്കും അവരുടെ അടുക്കലേക്ക് നീ ഒരു കച്ചവട സംഘത്തിന്റെ ഹൃദയത്തെ തിരിക്കണേ അല്ലാ, ഒരു കച്ചവട സംഘത്തെ തിരിക്കണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടി എന്നറിയുമോ? റബ്ബനാ ലിയുഖീമുസ്സലാ, അവർ നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നതിന് വേണ്ടി അത്രേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നത്. അവരിലേക്ക് കച്ചവട സംഘത്തെ തിരിക്കണേ അല്ലാ. അവരിലേക്ക് കച്ചവട സംഘത്തെ തിരിക്കാൻ നിന്നോട് ദ്വാരക്കുന്നത് എന്തിനു വേണ്ടിയാ? റബ്ബനാ ലിയുഖീമുസ്സലാ, എന്തിനു വേണ്ടി? അവർ നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി. വിശുദ്ധ ഖുർആനിലെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നമസ്കാരമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന നിങ്ങൾ എടുത്തു നോക്ക്, ഖുർആനിൽ കാണാൻ പറ്റില്ലേ? റബ്ബി ജഅൽനി മുഖീമസ്സലാ, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ.
പരിശുദ്ധമായ ഖുർആൻ അകന്ന് ജീവിക്കുന്ന മുസ്ലിം സമൂഹമേ, ഖുർആനിന്റെ വക്താക്കളാണെന്നാണ് നമ്മൾ പരമ്പരയടിക്കുന്നത്. പക്ഷെ ആ ഖുർആനിന്റെ ആയത്തുകളോ അതിന്റെ അർത്ഥങ്ങളിലേക്കോ നമ്മൾ കടന്നു ചെല്ലുന്നില്ല. ഇതര സമുദായത്തിലെ ആളുകൾ പോലും, ശാസ്ത്രജ്ഞന്മാർ പോലും നിരീക്ഷണത്തിനും പരീക്ഷണത്തിനും ഗവേഷണത്തിനും പര്യവേഷണങ്ങൾക്കുമെല്ലാം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അവർ പഠന വിധേയമാക്കുമ്പോ മുസ്ലിമീങ്ങൾ അവരുടെ വീടിൻ്റെതാകുന്ന അകത്തലങ്ങളിൽ ഷെൽഫുകൾ വെച്ചിരിക്കുകയാണ് ഖുർആൻ. അള്ളാന്റെ പള്ളിയുടെ അകത്തലങ്ങളിൽ നല്ല പുറം ചട്ടയിട്ടുകൊണ്ട് അടുക്കി വെച്ചിരിക്കുകയാണ് ഖുർആൻ. ആ ഖുർആൻ കൈകൊണ്ട് തൊടുന്നില്ല, ആ ഖുർആൻ എടുത്ത് തുറന്നു നോക്കുന്നില്ല. ആ ഖുർആൻ സൂറത്തുകൾ മക്കൾ ഇന്ന് പാരായണം ചെയ്യുന്നില്ല. യാസീൻ സൂറത്തുകൾ പാരായണം ചെയ്യുന്ന ഉമ്മമാര് പഴയ കാലഘട്ടങ്ങളിൽ നിന്ന് ഇന്ന് അന്യമാണ്. ഓതിയിരുന്ന കുടുംബാദികൾ ഇന്ന് ആ സൂറത്തുകൾ വലിച്ചെറിഞ്ഞില്ലയോ? ഇന്ന് തബാറക സൂറത്തും മുൽക്ക് സൂറത്തും സൂറത്തുർ റഅദും ഇബ്രാഹീമും സൂറത്തുൽ അൻആമും ഒക്കെ ഇന്ന് മക്കള് കളഞ്ഞു കുളിച്ചില്ലയോ? എത്രയെത്ര ഖുർആൻ അകന്ന് ജീവിക്കുന്ന കുടുംബാദികൾ പഠിക്കണേ, കേൾക്കണേ, മനസ്സിലാക്കണേ. അള്ളാന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, റബ്ബി ജഅൽനി മുഖീമസ്സലാ. അല്ലാഹുവേ, നമസ്കാരം നിലനിർത്തുന്നവനായി എന്നെ നീ കബൂലാക്കണേ നമസ്കാരം നിലനിർത്തുന്നവനായിട്ട് എന്നെ നീ സ്വീകരിക്കുക. ഇത്ര നല്ല പ്രാർത്ഥന നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവൂല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുക, പടച്ച റബ്ബേ, എന്നെ നമസ്കാരക്കാരനാക്കണേ അല്ലാ. ഇജ്അൽനി മുഖീമസ്സലാ, നമസ്കാരം നിലനിർത്തുന്നവനാക്കണേ അല്ലാ. നമസ്കാരം നിലനിർത്തും, ഒറ്റ വഖത്ത് പോലും കളയാതെ നമസ്കരിക്കാനുള്ള തൗഫീഖ് എനിക്ക് നീ തരണേ റബ്ബേ. എനിക്ക് മാത്രമല്ല, വമിൻ ദുർരിയതി അല്ലാഹുവേ, എന്നെ മാത്രം നമസ്കാരക്കാരനാക്കരുത്. എന്നെ മാത്രമല്ല, എന്റെ കുടുംബാദികളെയും എന്റെ സന്താന പരമ്പരകളെയും നീ നമസ്കാരമുള്ളവനാക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹു എന്നെ മാത്രമല്ല എന്നോടൊപ്പം തന്നെ എന്റെ മക്കളെ, സന്താന പരമ്പരകളെ നമസ്കാരമുള്ളവനാക്കണേ അല്ലാഹ്. ഒരു വാപ്പയും ഉമ്മയും ഇതുപോലെ ദുആ ചെയ്തിട്ടുണ്ടോ? നമുക്ക് മക്കളുണ്ട്, 10 മക്കളുണ്ട്, അല്ലെങ്കിൽ 6 മക്കളുണ്ട്, 5 മക്കളുണ്ട്. ആ മക്കൾക്ക് വേണ്ടി വാപ്പ ദുആ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ, അല്ലാഹു എന്നെയും എന്റെ മക്കളെയും നമസ്കാരക്കാരനാക്കണേ അല്ലാഹ്. ഈ ദുആ പഠിച്ചു വെക്കേണ്ടതാ. റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. സ്വീകരിക്കണേ അല്ലാഹ്. ആരുടെ പ്രാർത്ഥന? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. നീ ദുആ സ്വീകരിക്ക്, എന്നെയും എന്റെ മക്കളെയും നമസ്കാരക്കാരാക്കാൻ. ആ പ്രാർത്ഥന പടച്ച റബ്ബ് കേട്ടു. അതുകൊണ്ടല്ലേ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് സൂറത്തു മറിയമിലൂടെ പ്രതിപാദിക്കുമ്പോൾ അള്ളാഹു പറയുന്നു, ഇസ്മായിൽ നബി ആരാ? ഇസ്മായിൽ നബി ഇബ്രാഹിം നബിയുടെ മകൻ. അദ്ദേഹത്തിന് നമസ്കാരം ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ, ഞാനെല്ലാം ഖുർആനായത്ത് വെച്ചാണ് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു വ്യക്തമാക്കുകയാണ്, സൂറത്തുൽ മറിയമിലൂടെ അല്ലാഹു അറിയിക്കുകയാ, അല്ലയോ മുത്ത് നബിയെ, ഇസ്മായിലിനെ കുറിച്ച് സ്മരിക്കണേ. ലോകത്തെ എല്ലാ പ്രവാചകന്മാരെ കുറിച്ചും പരിശുദ്ധമായ ഖുർആനിന്റെ സ്മരണ നിലനിർത്തിയിട്ടില്ലയോ? 25 പ്രവാചകന്മാരുടെ പേര് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടില്ലയോ? ആ പ്രവാചകന്മാരിൽ പ്രമുഖനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് തങ്ങളെന്ന് സ്മരിക്കണേ മുത്ത് നബിയേ, ഹബീബേ. ഇന്നഹു കാന സാദിഖൽ വഅദ്, അദ്ദേഹം വാഗ്ദാനം പൂർത്തീകരിക്കുന്ന വ്യക്തി അത്രേ.
ഒരു മുസ്ലിമിന് വേണ്ടതാണ് വാഗ്ദാനം ചെയ്താൽ അത് പൂർത്തീകരിക്കാം. മുനാഫിക്കിന്റെ അടയാളം അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, വാഗ്ദാനം ചെയ്താൽ അത് പൂർത്തീകരിക്കാതിരിക്കാം. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ കാത്തിരക്ഷിക്കുവാൻ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുവാൻ. ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്, വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ അത് കൊടുക്കണം, വാഗ്ദാനം ചെയ്താൽ അത് കൊടുക്കണം. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, വാഗ്ദാനം ചെയ്താൽ അത് പരിപൂർണമായി പാലിക്കുന്ന വ്യക്തി അത്രേ സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹി സ്വലാം. വാഗ്ദാനം ചെയ്താൽ അത് പൂർത്തീകരിക്കും. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആൻ എന്നിട്ട് പറയാം, അദ്ദേഹത്തെ കുറിച്ച് വർണ്ണിക്കുക. ഇതൊക്കെ നമ്മൾ കേൾക്കണം. ഖുർആനിന്റെ ആയത്തുകൾ, ഓരോ ആയത്തുകളും അതിന്റെ അർത്ഥം എന്താ, ഇതൊക്കെ നമുക്ക് ഇതിലൊരു വഅദിന്റെ മജ്ലിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അദ്ദേഹത്തിന്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്താ. നമ്മുടെ ജീവിതത്തിൽ ഇത് അറിഞ്ഞിട്ടുണ്ടോ? അവർക്കൊക്കെ നമസ്കാരം ഉണ്ട്, നമ്മൾ ഇപ്പോഴത് മനസ്സിലാക്കുന്നത് തന്നെ. إنه كان صادق الوعد وكان رسولا نبيا. അദ്ദേഹം അല്ലാഹുവിന്റെ പ്രവാചകരും അല്ലാഹുവിന്റെ ദൂതരും അത്രേ, റസൂലും നബിയും അത്രേ. രണ്ട് മഹത്വം കൂടി കൂട്ടിയത് നമ്മുടെ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെയാണ്. ഞാൻ അതിലേക്കൊന്നും വിശദീകരിക്കുന്നില്ല. നബി അതുപോലെ തന്നെ റസൂല് രണ്ടും രണ്ടാണ്. നബി എന്ന് പറഞ്ഞാൽ തനിക്ക് കിട്ടിയതാകുന്ന നബുവത്ത് കൊണ്ട്, തനിക്ക് കിട്ടിയതാകുന്ന ഇസ്ലാമിക ആദർശം കൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ അങ്ങനെ അമൽ ചെയ്ത് അദ്ദേഹം മുന്നോട്ട് പോവുക. അദ്ദേഹത്തിന് പ്രബോധനത്തിന്റെ ആവശ്യമില്ല. റസൂൽ എന്ന് പറഞ്ഞാൽ തനിക്ക് കിട്ടിയ ആദർശം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കൽ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് റസൂൽ. ഈ രണ്ട് ദൗത്യം കൂടി ഏറ്റെടുത്ത ആളാണ് സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. റസൂലും നബിയുമാണ് അദ്ദേഹം. എന്നിട്ട് അല്ലാഹു പറയുന്നത് നോക്ക് നിങ്ങൾ, വിശുദ്ധ ഖുർആൻ. അല്ലാഹു എന്നിട്ട് വീണ്ടും പറയുന്നു അദ്ദേഹത്തെ കുറിച്ച്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, وكان يأمر أهله بالصلاة وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. ഇസ്മായിൽ നബി അലൈഹിസ്സലാം തന്റെ കുടുംബത്തോട് സക്കാത്ത് കൊണ്ടും നമസ്കാരം കൊണ്ടും കൽപ്പിക്കുമായിരുന്നു അത്രേ. സക്കാത്ത് കൊണ്ടും കൽപ്പിക്കും, നമസ്കാരം കൊണ്ടും കൽപ്പിക്കും. അപ്പൊ അത് രണ്ടും നിർബന്ധമായത് കിട്ടി. നമുക്ക് വിഷയം നമസ്കാരമാണ്. നമസ്കാരം എന്തായാലും ഉണ്ട് എന്ന് വ്യക്തമായി വിശുദ്ധ ഖുർആൻ കൊണ്ട് നമുക്ക് സ്ഥിരപ്പെട്ടു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകളാണ് ഇസ്ഹാഖ് നബിയും യാക്കൂബ് നബിയും. അവരെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോഴും എന്താ പറഞ്ഞത്? അവർക്ക് നമസ്കാരമുണ്ട്. ഇതൊക്കെ ഖുർആനായത്താണ്. അവർക്ക് നമസ്കാരം ഉണ്ടെന്ന് അല്ലാഹു വ്യക്തമാക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വവഹബനാ ലഹു ഇസ്ഹാഖ വയഅഖൂബ് വകുല്ലൻ ജഅൽനാ നബിയ്യാ ووهبنا لهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات وإقام الصلاة وإيتاء الزكاة. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്ഹാഖ് എന്നും യാക്കൂബ് എന്നും രണ്ട് സന്താനങ്ങളെ നാം സമ്മാനിച്ചില്ലയോ? വകുല്ലൻ ജഅൽനാ നബിയ്യാ, അവരെ രണ്ടുപേരെയും നാം പ്രവാചകരായി തിരഞ്ഞെടുത്തില്ലയോ? വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്ത്, അവരെ സമുദായത്തിന്റെ നേതൃപടവും അലങ്കരിക്കുന്ന വ്യക്തികളായി നാം തിരഞ്ഞെടുക്കുകയും അവരോട് നാം ഉത്ബോധനം നടത്തി, നിങ്ങൾ നന്മ കൊണ്ട് സമുദായത്തോട് കൽപ്പിക്കണേ, നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യണേ. നമസ്കരിക്കാൻ ജനങ്ങളോട് കൽപ്പിക്കണേ എന്നും അവരോട് ഉത്ബോധനം നടത്തിയെന്ന് വിശുദ്ധ ഖുർആൻ. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. എന്ത്? നമസ്കാരം കൊണ്ട് കൽപ്പിച്ചു. ആരോട്? ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി. ഇങ്ങനെ നിങ്ങൾ ഖുർആനിൽ ആയത്ത് ഇങ്ങനെ ഓതാൻ നിന്ന സമയം ഒരുപാട് എടുക്കും. എല്ലാ പ്രവാചകന്മാർക്ക് നമസ്കാരം ഉണ്ടെന്ന് സ്ഥിരപ്പെടുത്താൻ തന്നെ എല്ലാത്തിനും ആയത്ത് ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്.
എല്ലാവർക്കും ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ഡയറക്റ്റ് ആയിട്ട് പടച്ച റബ്ബ് പറഞ്ഞ വാക്ക് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നു. وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني واقم الصلاة لذكري. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ചു അത്രേ, അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്രേ, അല്ലയോ മൂസാ നബിയെ, നിങ്ങളെ നാം പ്രവാചകരായി തിരഞ്ഞെടുക്കുകയാണ്. ഓ മൂസേ, നിങ്ങളെ നാം പ്രവാചകരായി നബിയായി തിരഞ്ഞെടുക്കുകയാണ്, റസൂലായി തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ലാ ഇലാഹ ഇല്ലാ അനാ, ഞാനല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല കേട്ടോ, ഞാനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. അതുകൊണ്ട് ഫഅ്ബുദ്നി, എന്നെ നിങ്ങൾ ആരാധിക്കണേ മൂസാ, എന്നെ നിങ്ങൾ ആരാധിക്കണേ മൂസാ. തൗഹീദിന്റേതാകുന്ന മന്ത്രോച്ചാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് ഹൃദയത്തിൽ രൂഢമൂലമാക്കുകയാണ്. അല്ലയോ മൂസാ നബിയെ, എന്നെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധ്യ വസ്തുവാക്കരുതേ, ബിംബങ്ങളുടെ മുന്നിൽ നിങ്ങൾ തലകുനിക്കരുതേ, വിഗ്രഹങ്ങളുടെ മുന്നിൽ നിങ്ങൾ പുഷ്പാർച്ചന നടത്തരുതേ, നിങ്ങളതാ പാലഭിഷേകവും തേനഭിഷേകവും ഇതര സമുദായത്തിൻ്റെതാകുന്ന ആളുകൾ ചെയ്യുന്നത് പോലെ മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് നിങ്ങൾ നടത്തരുതേ, മറ്റുള്ളതാകുന്ന ആവശ്യമില്ലാത്തതാകുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ വഴിതെളിക്കരുതേ, തൗഹീദിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ അടിത്തറയാക്കണേ. ഫഅ്ബുദ്നി, ഞാനല്ലാതെ മറ്റൊരു ആരാധനയില്ലാത്ത നിലയ്ക്ക് എന്നെ നിങ്ങൾ ആരാധിക്കണേ. വഅഖിമിസ് സ്വലാത ലിദിക്രി, ആ ആരാധനയിൽ ഏറ്റവും വലിയ കർമ്മമാകുന്ന നമസ്കാരം എന്നെ ഓർക്കാൻ, എന്നെ സ്മരിക്കാൻ നിങ്ങൾ നിലനിർത്തണേ. അഖിമിസ് സ്വലാത ലിദിക്രി. അപ്പോൾ പടച്ച റബ്ബിന്റെ സ്മരണ എങ്ങനെ കിട്ടുള്ളൂ? നമസ്കാരത്തിലൂടെ ഉണ്ടാകും. അത് വിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതിയാണ്. മൂസാ നബിയോട് അല്ലാഹു പറയാ, അഖിമിസ് സ്വലാ, നമസ്കാരം നീ ക്രിയാത്മകമാക്കണം കേട്ടോ, അത് നീ നിലനിർത്തണം കേട്ടോ. എന്തിനു വേണ്ടി? ലിദിക്രി, എന്നോടുള്ള സ്മരണ നിലനിർത്താൻ വേണ്ടി, എന്നോടുള്ള സ്മരണ നിലനിൽക്കാൻ വേണ്ടി. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മുഹാനി എന്ന് പറയുന്ന അളാമയുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചുകൊണ്ട് പടച്ച റബ്ബ് പറയുകയാണ്, ഖും യാ റസൂലല്ലാഹ് വതുഫ് ബിൽ ബൈതി യാ റസൂലല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന കഅബാലയം 7 വട്ടം വലയം ചെയ്തുകൊള്ളാൻ വേണ്ടി നബിയെ ഉറക്കിൽ നിന്ന് എണീക്കണേ നബിയെ. ഉമ്മുഹാനിന്റെ വീട്ടിൽ നിന്ന് റസൂലേ, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയാണ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രവാചകനെ കൊണ്ടുപോയാണ്. അവിടെ നിന്നതാ അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് കൊണ്ടുപോയില്ലയോ? ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവുമായിട്ട് അമ്പും വില്ലും എത്രമാത്രം ഒരു പോരാളിയുടെ കയ്യിൽ അവന്റെ കയ്യിൽ നിലകൊള്ളുന്നുവോ അത്രമാത്രം ചേർന്ന് പടച്ച റബ്ബും അല്ലാഹുവിന്റെ റസൂലും നിന്നില്ലയോ? അവർ പരസ്പരം സ്നേഹ കൈമാറ്റം നടത്തിയില്ലയോ? അതിലൂടെ അല്ലാഹു നൽകിയതല്ലയോ ഈ 5 വഖ്ത് നമസ്കാരം മുസ്ലിമിൻ ഉമ്മത്തിന്? അല്ലാഹുവിന്റെ റസൂലിനോട് വ്യക്തമായ രീതിയിൽ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാ, അഖിമിസ് സ്വലാത ലിദിക്രി. പടച്ച റബ്ബിനെ നേരിട്ട് കാണാൻ സൗഭാഗ്യം ലഭിച്ച മുത്തുനബി ആ നമസ്കാരത്തിലൂടെ മുസ്ലിമീങ്ങളാകുന്ന നമുക്ക് വാഗ്ദാനം നൽകുന്നത് അല്ലയോ പ്രിയപ്പെട്ട സഹോദര സഹോദരി? പടച്ച റബ്ബിനെ കാണാനുള്ള അവസരമാണ്, അല്ലാഹുവുമായിട്ടുള്ള മുനാജാത്താണ്, രഹസ്യമായ സംഭാഷണം. അല്ലാഹുമായിട്ട് നേരിട്ട് കണ്ടുമുട്ടിയപ്പോൾ പടച്ച റബ്ബ് കൊടുത്ത 5 വഖ്ത് നമസ്കാരം, ആ നമസ്കാരത്തിലൂടെ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും മുസ്ലിം സമുദായത്തിലെ ജനങ്ങൾക്കും ആ നമസ്കാരത്തിലൂടെ അല്ലാഹുമായിട്ടുള്ള മുനാജാത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ.
അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ നമസ്കാരം ക്രിയാത്മകമാക്കുന്നവനോ നാളെ അള്ളാഹുവിനെ നേരിട്ട് കാണാൻ പറ്റും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സറഹു അയ്യൽഖല്ലാഹ അസ്സ വജൽ ഫൽയുഹാഫിദ് അലാ സ്വലവാത്തിൽ ഖംസാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട റജബ് അള്ളാഹുവിന്റെ തിരുസവിധത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുകൊണ്ട് സംസാരിച്ച പ്രവാചകൻ തിരിച്ചു പോകുമ്പോൾ നൽകിയ 5 വഖത്ത് നമസ്കാരം, അല്ലയോ പ്രിയപ്പെട്ട മുഅ്മിനേ, നിന്റെ ജീവിതത്തിൽ നീ ക്രിയാത്മകമാക്കി കൊണ്ടുവന്നാൽ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ, ഈ ലോകത്തിന്റെ സർവേശ്വരനായ പടച്ചറപ്പിനെ ആരൊരുവനും കാണാൻ ലക്ഷ്യം വെക്കുന്നു. അവൻ 5 വഖത്ത് നമസ്കാരം മുറ പോലെ നിർവഹിക്കട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹനെ കണ്ട നബി ആ അള്ളാഹുവിനെ കാണാനുള്ള ഒരു നമസ്കാരവുമായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വന്നത്. 5 വഖത്ത് നമസ്കാരം. ആ നമസ്കാരത്തിലൂടെ പടച്ച റബ്ബിനെ കാണുകയാണ്. ഈ ദുനിയാവിൽ കണ്ണില്ലാത്തവനും ഈ ദുനിയാവിൽ കണ്ണുള്ളവനും ഒക്കെ നാളെ അള്ളാഹുവിനെ നേരിട്ട് കാണുക, മറ നീക്കിത്തരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ലോകത്തെ ഏറ്റവും സുന്ദരനായ മനുഷ്യൻ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലേ? എന്നാൽ ആ പ്രവാചകനെ പോലും പടച്ച റബ്ബിന് എത്ര വലിയ സൗന്ദര്യമുള്ളവനായിരിക്കും. ആ റബ്ബിനെ നമുക്ക് കാണണ്ടേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്ത് വേണം? 5 വഖത്ത് നമസ്കാരം മുറപോലെ നിർവഹിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പ്രവാചകന്മാർക്കും നമസ്കാരമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ, അതുപോലെ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ, യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ ഒക്കെ ആയത്തുകളുണ്ട് ഇഷ്ടം പോലെ. മറിയം ബീവി അലൈഹിസ്സലാം, മറിയം ബീവിക്ക് പ്രത്യേകമായിട്ടൊരു സ്ഥലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം ആണത് തയ്യാർ ചെയ്തു കൊടുത്തത്. ഒരു പ്രത്യേകമായ ഒരു മെഹ്റാബ്, നമസ്കരിക്കാനുള്ള തയ്യാറ്. മറിയമ്മിയുടെ ചരിത്രം വിശുദ്ധ ഖുർആനിലുണ്ട്. അവരെ ഏറ്റെടുത്ത സംഭവമൊക്കെ വലിയ ചരിത്രമാണ്. മറിയം ബീവി അലൈഹിസ്സലാമിനെ ഉമ്മ നേർച്ചയാക്കിയതാണ് പള്ളിയിലേക്ക്. പ്രസവിച്ചു വീണപ്പോഴത്തേക്കും പെണ്ണായി പോയി. പള്ളി കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ പള്ളിക്ക് വേണ്ടി നേർച്ച, ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി നേർച്ച, ആ പള്ളിക്ക് ഖിദ്മത്തിന്, അവിടെ ഖിദ്മത്തിന് വേണ്ടി എന്ന് നേർച്ചയാക്കി. പക്ഷെ പ്രസവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി പോയി? പെണ്ണായി പോയി. പക്ഷെ ആ നേർച്ച വീട്ടി നേരെ കൊണ്ടുവന്നു. അപ്പൊ ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം, ഭക്ഷണം, ചെലവും, താമസവും ഏറ്റെടുക്കുക എന്നുള്ളതിനെ കുറിച്ച് വലിയ ചർച്ചയായി. വിശാലമായ ചരിത്രമാണ്. വകഫലഹാ സകരിയാ كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله هو من عند الله إن الله يرزق من يشاء بغير حساب. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് അന്ന് ആ പള്ളിയിലെ ഇമാം, മഹല്ലിലെ ഇമാം. അപ്പൊ പള്ളിയിലേക്ക് വേണ്ടി നേർച്ചയാക്കി. അവിടെ വലിയ നെറുക്കിട്ടു എന്നാണ് ചരിത്രം. വിശാല, ഞാൻ ചുരുക്കി പറയാണ്. നെറുക്കിട്ടു അഥവാ സമുദ്രത്തിലേക്ക് കയ്യിലിരിക്കുന്ന പേന എല്ലാവരും വലിച്ചെറിയാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും അവരുടെ പേന വലിച്ചെറിഞ്ഞു. 27 ആളുകളാണ് ഈ കുട്ടിയെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നത്. നമ്മളിപ്പോ ഇന്ന് മുത്തലിങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. മുത്താലിമീങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് പോലെ ഈ പള്ളിയിലേക്ക് നേർച്ചയാക്കിയ കുട്ടി മറിയം ബീവിക്ക് ഭക്ഷണം, താമസവും ഏർപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് ഓരോരുത്തർ കടന്നു വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഉത്ബോധനം നടത്തി. എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഒരുപാട് ആളുകളുണ്ട്, ഒന്നിലധികം ആളുകളുണ്ട്, അതുകൊണ്ട് നറുക്കിട്ടെടുക്കുക. എങ്ങനെ നറുക്കിടുക? എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന പേനയെടുത്ത് കടലിലേക്ക് വലിച്ചെറിയുക. ആരുടെ പേനയാണോ തിരിച്ചു കയറി വരുന്നത്, കടലിൽ കൊണ്ട് തിരിച്ച് തിരയടിച്ച് കൊണ്ടുവരുന്നത്, അവർക്ക് അദ്ദേഹത്തിന്റെ ആ മഹതിയാകുന്ന മറിയം ബീവിയെ ഖിദ്മത്ത് ചെയ്യാനുള്ള, അവർക്ക് താമസ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള സൗഭാഗ്യം കിട്ടും.
അങ്ങനെ എല്ലാവരും പേനയിട്ട് 27 ആളുകൾ ഇട്ടു എന്ന ചരിത്രം തഫ്സീറുകൾ കാണാം. 27 ആളുകൾ തിരിച്ചു വന്നത് ആരുടെ പേനയാണ്? ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കലമാണ്, അദ്ദേഹത്തിന്റെ പേനയാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമും മറിയം ബിയോട്ടൊരു ബന്ധമുണ്ട്. അമ്മാവനാണ്. അമ്മാവനെന്നോട് എന്താ പറയാ? മടാങ്ങളൊക്കെ അങ്ങനെയല്ലേ പറയാ? കാരണവരാണ്. നമ്മളവിടെ മാമ എന്ന് പറയാം. അതുകൊണ്ടാണ് ഓരോ സ്ഥലത്ത് അറിയത്തില്ല. കാക്കയാണ് ആര്? ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ഒരു ബന്ധവും കൂടി. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ സന്തോഷമായി. അദ്ദേഹം ഒരു പ്രത്യേകമായി തയ്യാറ് ചെയ്തത് ഒരു വിഷയമാണ്. എൻ്റെ ഒരു സബ്ജക്റ്റിനുണ്ട് മറിയം ബീവിയുടെ ചരിത്രം. ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് സൗകര്യം പോലെ നമുക്ക് സംവദിക്കാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ പഠിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മറിയം എന്ന് പറഞ്ഞൊരു സൂറത്ത് തന്നെ അള്ളാഹു ഒരു പെണ്ണിന്റെ പേരിൽ എന്തിനാ അള്ളാഹു നൽകിയിരിക്കുന്നത്? പഠിക്കാനാണ്, അതൊക്കെ മനസ്സിലാക്കാനാണ്. പ്രസവവും അതിനോടനുബന്ധിച്ച വിഷയങ്ങൾ, പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ അറിയേണ്ട ഒരുപാട് കഥകൾ, ചരിത്രങ്ങളൊക്കെ അതിൽ എടുത്തു ഉദ്ധരിക്കുന്നുണ്ട്. പ്രവാചകൻ ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് പ്രവാചകൻ തന്റെ ജീവിതത്തിൽ സഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്. മറിയം ബീവിയുടെ പ്രസവമൊക്കെ വളരെയേറെ ചരിത്രമാണ്, പ്രസിദ്ധമാണ് ആ ചരിത്രങ്ങളൊക്കെ. ഏതുമായിക്കോട്ടെ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റെടുത്തു. അദ്ദേഹം മറിയം ബീവിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു സ്ഥലം സജ്ജീകരിച്ചു കൊടുത്തു, ഇബാദത്തിന് വേണ്ടി, നമസ്കരിക്കാൻ വേണ്ടി. മെഹ്റാബ് എന്നാണ് അതിന് പറയാ. മെഹ്റാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധക്കളം എന്നാണ് അതിന്റെ അർത്ഥം. യുദ്ധക്കളം. നമ്മുടെ പള്ളിയിലെ മെമ്പർ മെഹ്റാബ്. മെഹ്റാബ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം എന്താ? നേരർത്ഥം യുദ്ധക്കളം. എന്താ ഇവിടെ യുദ്ധം? അവിടെ വല്ല യുദ്ധമുണ്ടോ? വാളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ യുദ്ധം തന്നെയാണ്. ശരിയാണ്. അല്ല, ആ യുദ്ധമല്ല ഈ പറയുന്നത്. മറിച്ച് യുദ്ധം എന്ന് പറഞ്ഞാൽ പിശാചിനോട്, ദുനിയാവിലെ ഹവാ, നഫ്സ്, മറ്റുള്ള കാര്യങ്ങളോടൊക്കെ യുദ്ധം ചെയ്തുകൊണ്ട് അള്ളാഹുമായിട്ടുള്ള മുനാജ. അല്ലാഹു അക്ബർ എന്ന ഈ തക്ബീർ കെട്ടുന്നതോടുകൂടി ബാക്കിയുള്ളത് മുഴുവനും ഒഴിച്ചുകൊണ്ട് ഒരു യുദ്ധമാണ് അവിടെ, ഒരു ജിഹാദാണ് അവിടെ. ജിഹാദുൻ നഫ്സ്, സ്വന്തം ശരീരത്തോടുള്ള ജിഹാദാണ് അവിടെ നടക്കുന്നത്. അള്ളാഹു അത് മനസ്സിലാക്കി നമസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ഒരു മെഹ്റാബ് സജ്ജീകരിച്ചു കൊടുത്ത് നമസ്കരിക്കാനുള്ളതാകുന്ന ഒരു സ്ഥലം ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹദിയാകുന്ന മറിയം ബീവിക്ക് നൽകി എന്നാണ് ചരിത്രം. ആ സ്ഥലത്തേക്ക് ഏത് സമയത്ത് കടന്നു ചെന്നാലും മറിയം ബീവിയുടെ കയ്യിൽ നല്ല സൂപ്പർ ഫ്രൂട്ട്സുകൾ ഉണ്ടാവും, നല്ല റാഹത്തായ ഭക്ഷണങ്ങൾ ഉണ്ടാവും, വിവിധതരം ഫ്രൂട്ട്സ്. കാസർഗോഡുകാരെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അവര് ഭക്ഷണത്തിന്റെ കൂടെ എപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കുന്നവരാണ്. അള്ളാഹു അത് നമുക്ക് ഈ സമ്പത്തൊക്കെ അള്ളാഹു അഭിവൃദ്ധി നിലനിർത്തി തരുമാറാവട്ടെ. എവിടെ ചെന്നാലും ഭക്ഷണത്തിനൊരു കുറവില്ലാത്ത അലിമീങ്ങളെയും മുത്തഅല്ലിമീങ്ങളെയും എന്ന് വേണ്ട പാവപ്പെട്ട ആളുകളെയും നെഞ്ചോട് ചേർത്തതാകുന്ന ആളുകളാണ് നമുക്കുള്ളത്. നമ്മുടെ ഹമീദ് ഹാജി അടക്കമുള്ള ഒരുപാട് ആളുകൾ അള്ളാഹുർക്കൊക്കെ ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതായാലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കുന്നു, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ മെഹ്റാബ് സജ്ജീകരിച്ചു. ആ മെഹ്റാബിൽ എപ്പോൾ കടന്നു ചെന്നാലും, കാക്ക കടന്നു തന്നാലും, ആര് കാക്ക എന്ന് പറഞ്ഞാൽ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു തന്നാലും അവിടെ എന്തെത്തിക്കും? എന്താ പറയുക, തിരുത്തി കൊടുത്തില്ല. യൂട്യൂബിലൂടെ കേട്ടോണ്ടിരിക്കുന്നവർ കാക്ക അവിടെ വന്നപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ സാധാരണ കാക്ക എന്ന് കരുതും. അതുകൊണ്ടാണ് നമ്മൾ തിരുത്തുന്നത്. ചിലർക്കറിയില്ലല്ലോ, യൂട്യൂബിലൂടെ ഒക്കെ ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട്, അവർക്ക് വ്യക്തമാവൂല നമ്മുടെ നാട്ടിലെ ഭാഷയാണെങ്കിലും. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം എപ്പോൾ കടന്നു ചെന്നാലും അവിടെ അതാ ഫ്രൂട്ട്സ് എത്തിച്ചിട്ടുണ്ടാവും. ഉഷ്ണകാലത്ത് ഉണ്ടാകുന്നതാകുന്ന ഫലവർഗങ്ങളൊക്കെ അതിശൈത്യകാലത്ത് കയ്യിലിരിക്കുന്നത് കാണാം. വല്ലാതെ ശൈത്യമുള്ള സമയത്ത് ഉണ്ടാവുകയേ ഉള്ളൂ. അങ്ങനത്തെ ചില ഫലങ്ങളൊക്കെ ഉഷ്ണത്തിന്റെ സമയത്ത് ചെല്ലുമ്പോൾ ആരുടെ കയ്യിരിക്കുന്നത്? മറിയം ബീവിയുടെ ഇരിക്കുന്നത്. ഇത് കൊള്ളാലോ. അപ്പൊ സംഭവം നാട്ടിൽ നിന്നല്ല എന്ന് വ്യക്തമായി, ഈ ഭൂലോകത്തു നിന്നല്ല. കാരണം ഇത് വെളിയിൽ നിന്ന് വരുന്നതാണ് സംഭവം. നമ്മളാണെങ്കിൽ ഇപ്പൊ ഒരാളുടെ കയ്യിൽ നല്ല പഴുത്ത മാങ്ങ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പറയൂലേ, ഇതിപ്പോ ഈ സമയത്ത് ഇവിടെ മാവുന്ന ഇതിപ്പോ എവിടുന്ന് കിട്ടിയത് നിനക്ക് എന്ന് നമ്മൾ ചോദിക്കും ഓട്ടോമാറ്റിക്കായി. എന്ന് പറഞ്ഞ പോലെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം